വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം തന്നെ സ്നേഹത്തോടെ സൃഷ്ടിച്ചുവെങ്കിലും ഇപ്പോൾ അവൻ തന്നെ ശിക്ഷിക്കുന്നു എന്ന പാപം ജോബിനുണ്ട്. അവൻ ദൈവത്തോട് ചോദിക്കുന്നു, അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു, എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു. ജോബ് 10-8 ജോബിൻ്റെ മറ്റൊരു ചോദ്യം, അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്തിന് അങ്ങ് എന്നെ പുറത്തു കൊണ്ടുവന്നു? ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ, ആരും എന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ. ജോബ് 10-18-19 സോഫാർ ജോബിനോട് സംസാരിക്കുന്നു. ബിൽദാദിനേക്കാൾ കടുപ്പമുള്ള ഭാഷയിലാണ് സോഫാർ പ്രതികരിക്കുന്നത്. ജോബ് ദൈവത്തോട് നീതിമാനാണെന്ന് അവകാശപ്പെടുന്നത് സോഫാർ തള്ളുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം അതീവ ആഴമുള്ളതും അളവില്ലാത്തതുമാണ്. മനുഷ്യൻ അതിനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുകയില്ല. സോഫാർ ജോബിനെ പശ്ചാത്താപം ചെയ്യാൻ ആഹ്വാനിക്കുന്നു. അപ്പോൾ അവൻ ശാന്തിയും പ്രത്യാശയും അനുഭവിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകളുയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നതെങ്കിൽ അത് നീക്കിക്കളയുക. നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കുടിപാർക്കാതിരിക്കട്ടെ. ജോബ് 11-13-14 ദൈവം ആകാശത്തെക്കാളും പാതാളത്തെക്കാളും വിശാലമാണ്. മനുഷ്യന് ദൈവത്തെ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുകയില്ല. ജോബ് ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ജീവിതം ഉജ്ജ്വലമാകുമെന്നതാണ് സോഫാറിൻ്റെ നിർദ്ദേശം. ജോബ് തൻ്റെ സുഹൃത്തുക്കളോട് ശക്തമായ മറുപടി നൽകുന്നു. സോഫാറിൻ്റെ വാദത്തിന് പ്രതികരിച്ചുകൊണ്ട് ജോബ് തൻ്റെ ജ്ഞാനവും ദൈവത്തെക്കുറിച്ചുള്ള അവബോധവും അവർക്ക് സമാനമാണെന്ന് ഉറപ്പ് നൽകുന്നു. നിങ്ങളാണ് ജ്ഞാനമുള്ളവർ, ജ്ഞാനം നിങ്ങളോടൊപ്പം തന്നെ മരിക്കുമെന്ന് ജോബ് തൻ്റെ സുഹൃത്തുക്കളുടെ അഹങ്കാരത്തെ പരിഹസിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.